അന്നക്കുട്ടി എന്നായിരുന്നു അവളുടെ പേര്. യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ഓമന മകൾ. കോട്ടയത്തിന് സമീപം ചരിത്രപ്രസിദ്ധമായ ഒരു ഗ്രാമത്തിലാണ് അവൾ ജനിച്ചത്. കുടമാളൂരുള്ള പ്രശസ്ത ക്രൈസ്തവ കുടുംബങ്ങളിൽ കുലീനത്വം, വൈദിക പാരമ്പര്യം, ധനശേഷി, വൈദ്യവൃത്തി എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് മുട്ടത്തുപാടത്ത് കുടുംബം. മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും 4ാമത്തെ സന്താനമായിരുന്നു അന്നക്കുട്ടി. അവൾ സുന്ദരിയായിരുന്നു. ദൈവം അവളെ സൗന്ദര്യം കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിച്ചു. എല്ലാവരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യം. പക്ഷേ ദൈവം തന്ന സൗന്ദര്യം ദൈവത്തിന് തന്നെ തിരിച്ചു നൽകണമെന്ന അഭിപ്രായക്കാരിയായിരുന്നു അവൾ. സൗന്ദര്യം വ്യർത്ഥമാണെന്നും ക്ഷണികമാണെന്നും അവൾക്കറിയാമായിരുന്നു. എല്ലാം നശ്വരം. നശ്വരമായതിനെ വിട്ട് അനശ്വരമായതിനെ നേടണമെന്ന് അന്തരാത്മാവ് അവളോട് മന്ത്രിച്ചു. മനുഷ്യന്റെ വിളിയേക്കാൾ ദൈവത്തിന്റെ വിളിയാണ് അഭികാമ്യം എന്നവൾ മനസ്സിലാക്കി. അതെ, ലോകത്തിന്റെ ക്ഷണികതയിൽ മുങ്ങിക്കഴിയുന്ന മനുഷ്യവർഗത്തിന് മാതൃകയായി ദൈവസ്നേഹത്തിൽ സ്ഫുടം ചെയ്യപ്പെട്ട സഹനത്തിന്റെ പുത്രി വിശുദ്ധ അൽഫോൻസാമ അഗ്നിശുദ്ധിയിലൂടെ ഈശോയെ സ്വന്തമാക്കിയവൾ. അന്നക്കുട്ടി അറിഞ്ഞോ? ചാവടി വലിയ ഗൂഢാലോചന. എന്താ കാര്യം? കാര്യത്തിന് വലിയ പുതുമയൊന്നുമില്ല. നിന്റെ കല്യാണക്കാരൻ തന്നെ. ഇപ്പോൾ അപ്പനും വന്നിട്ടുണ്ട്. നീ ഞെട്ടണ്ട, ഇത് നടന്നത് തന്നെ. ഈ ഞായറാഴ്ച ഉറപ്പില്ലേ 25 പേരാ ഇങ്ങോട്ട് വരുന്നത്. പോത്ത്, താറാവ്, കരിമീൻ, കട്ട്ലേറ്റ്, പോത്ത് ലിസ്റ്റ് വരെ തയ്യാറായിട്ടുണ്ട്. അപ്പം പാചകക്കാരനെ വിളിക്കാൻ കുഞ്ഞാപ്പി വിട്ടു കഴിഞ്ഞു. ഒന്നും പറയണം, എനിക്ക് മടങ്ങി പോയാ മതി. എന്റെ പൊന്നാകലല്ലേ, എനിക്ക് കല്യാണം വേണ്ടടാ. എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ല. മുറിക്ക് വീട്ടിൽ പൈലോച്ചൻ, അതായത് എന്റെ അപ്പം പോലും 5 കോല അകലെ എന്നെ വർത്താനം പറയൂ. പിന്നെയായി കറിവേപ്പില. നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ, നീ തന്നെ എന്ന് കാലുപിടി. എന്നെ വിട്ടുകളാ മോളെ. അന്നുകുട്ടി ഒന്ന് നിന്നേ, ഞാൻ മോളോടൊരു കാര്യം പറയാൻ പോവാ. മോൾ അനുസരിക്കേ പറ്റൂ. എന്താ മേരപ്പ? മോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട. അതെന്താ മേരപ്പ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. പിന്നെ ഒരു വാക്ക് പറഞ്ഞില്ലാന്ന് പറയരുത്. ഇന്നലെ വാഴപ്പള്ളിയിൽ ചെറുക്കന്റെ ആൾക്കാർ വന്നിരുന്നു. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു. നാളെ കഴിഞ്ഞ് വാഴപ്പള്ളി വെച്ച് നിന്റെ കല്യാണം ഉറപ്പിക്കല. നിന്റെ അപ്പനെ അടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച മനസ്സമ്മതം, 2 ആഴ്ചക്കുള്ളിൽ കല്യാണം. കുറച്ചിലോ വീഴ്ചയിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശബ്ദം കേട്ട് പോകരുത്. അത്രയും കടുപ്പിച്ച് നീ പറയണ്ടേ? ഒരു കുഴപ്പമില്ല. കുറെ നാളായി ഞാൻ കാല് പിടിക്കുന്നു. കുറെ ഏറെ കൊഞ്ചിച്ചു. എന്റെ മോക്ക് നല്ലതേ വരൂ.
തന്നെ കേൾക്കുന്നേ. ആരാണ് കരയുന്നേ? നിനക്ക് അന്നക്കുട്ടിയെ, അന്നക്കുട്ടി, മോളെ, നീ എവിടെ അന്നക്കുട്ടി? നിനക്ക് എന്ത് അന്നക്കുട്ടിയെ? എടി അന്നാമേ, അന്നക്കുട്ടി, ഞാൻ വാ- നീ എവിടെയാ? അന്നക്കുട്ടിയെ, അപ്പൂപ്പ, ആ വിളക്കെടുക്ക്. ഇവിടെ എവിടെയാ? എവിടെയാ അന്നക്കുട്ടി? മോളെ, ഉടമാളൂരിൽ